എന്ന് തുടങ്ങിയ പാക്കിംഗ് ആണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയതിൽ പറ്റുന്നതൊക്കെ പെട്ടിയിലാക്കി. ആപ്പിളിന്റെ കുരു എടുത്ത് വെച്ച് നാട്ടിൽ ചെന്ന് അത് കുഴിച്ചു വെച്ച് വലിയ മരമാക്കാനുള്ള പ്ലാനിങ്ങിലാണ് കുഞ്ഞിപ്പെണ്ണ്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഗൾഫ് ഫെയറിനായതുകൊണ്ട് തന്നെ 24 അവേഴ്സിന് മുന്നേ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് മിനിറ്റ് വെറുതെ ടെൻഷൻ എന്തിനാന്ന് വെച്ച് ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ലഗേജ് ഒക്കെ കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ ആദ്യം ബഹ്റിൻ വന്നപ്പോഴും ഇപ്പം ഞങ്ങളിതാ എയർപോർട്ടിലേക്ക് പോകുമ്പോഴും ഞങ്ങളുടെ സാരഥി ഡെന്നിച്ചായൻ തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് പ്രയാസം തോന്നുന്ന ഏത് സമയത്തും ഞങ്ങളുടെ സഹായത്തിനൊരു മാലാഖ വരും. അതെൻ്റെ ഒരു വിശ്വാസമാണ്. ഈ പ്രാവശ്യവും പതിവ് പോലെ ആ മാലാഖ എത്തി. വെയിറ്റ് കൂടുതലായിരുന്നിട്ട് പോലും ചെക്ക് ഇൻ കൗണ്ടറിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളുടെ ലഗേജസ് ഒക്കെ കയറിപ്പോയി. ഞങ്ങളുടെ എയർപോർട്ട് ലുക്ക് ഇങ്ങനെയാണ്. ഒരാഴ്ചയായി ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സും തന്നെ ഡിസ്പോസിബിൾ ആണ്. ഇടുന്നു, കളയുന്നു. എന്തായാലും കുറച്ച് ഡ്രസ്സ് ഫിൽട്ടർ ചെയ്ത് കളയാൻ വെച്ചു. എന്നാൽ പിന്നെ എന്തുകൊണ്ട് അത് ഇട്ടിട്ട് കളഞ്ഞുകൂടാ? ഇത് ഞങ്ങളുടെ ബഹ്റിനിലെ ലാസ്റ്റ് ഡേ ആണ്. നാളെ ഈ സമയം ഞങ്ങൾ ഫ്ലൈറ്റിലായിരിക്കും. ഇവിടം വിട്ട് ഞാൻ എൻ്റെ ജന്മനാട്ടിലേക്ക് പോകാൻ എൻ്റെ കണ്ണുകൾ നിറയണമെങ്കിൽ അതെനിക്ക് ഈ നാട് തന്ന സ്നേഹമാണ്. നമ്മുടെ ഈ തിരക്കിനിടയ്ക്ക് ജീവിക്കാൻ മറന്നുപോയി എന്നൊരു കുറ്റബോധം നമുക്ക് ആർക്കും പിന്നീടുണ്ടാവാൻ പാടില്ല. ഒരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പം ശരി, മറ്റൊരു വീഡിയോയിൽ കാണാം.